നമസ്കാരം. കയ്യിലിരിപ്പും അഴിമതിയും അഹങ്കാരവും കൊണ്ട് കേരളത്തിലും ജനങ്ങളാൽ ഭരണത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ട CPIM ചരിത്രത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്വന്തം കോട്ടയായ പയ്യന്നൂരിൽ നിന്നും തൃക്കരിപ്പൂരിൽ നിന്നുമൊക്കെ അമ്പലപ്പുഴയിൽ നിന്നുമൊക്കെ പാർട്ടി അടിയോടെ കടപുഴകി വീണിട്ടും ജനവിധി അംഗീകരിക്കാനോ തെറ്റുകൾ തിരുത്താനോ തയ്യാറാകാതെ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടിയുമായി അണികളെ മണ്ടന്മാരാക്കാൻ വ്യാജ ക്യാപ്സ്യൂളുകൾ ഇറക്കുകയാണ് ചില നേതാക്കൾ. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ആരോപണം നേരിട്ട TI മധുസൂദനനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ന്യായീകരിക്കാൻ CPIM കണ്ണൂർ സെക്രട്ടറി KK രാഗേഷ് നടത്തുന്ന വിവരക്കേടുകൾ ഒന്ന് കേട്ടു നോക്കണം. ലേശം ഉളുപ്പ് വേണം ഇതൊക്കെ വന്നിരുന്നിങ്ങനെ പറയാൻ. സ്വന്തം ബാല്യവും യൗവനവും വാർദ്ധക്യവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച V കുഞ്ഞികൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കുള്ളിലെ ഫണ്ട് വെട്ടിപ്പും അഴിമതിയും ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കി തട്ടിപ്പുകാരന് കസേര വെച്ചു കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നാടിന് നന്നായി അറിയാം. സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ ആരോപണം ശരിയാണെന്ന് എതിരാളികൾ പ്രചരിപ്പിക്കുമെന്നൊക്കെ പറയുന്നത് എന്ത് തറ ന്യായീകരണമാണ്? അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ ആ വ്യാജ ന്യായീകരണം കൊണ്ടാണ് സ്വന്തം വോട്ടർമാർ പയ്യന്നൂരിൽ പാർട്ടിയെ പാഠം പഠിപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടി ഒലിച്ചുപോയി എന്ന് കരുതേണ്ടതില്ലെന്നും മേൽക്കൂര മാത്രമല്ല അതിനടിയിലുള്ളതും മാന്തിയെടുക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണിതെന്നുമൊക്കെ രാഗേഷ് ഭീഷണി മുഴക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അമ്പരപ്പാണ് തോന്നുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ശേഷവും അക്രമ രാഷ്ട്രീയത്തിന്റെയും മാന്തിയെടുക്കലിന്റെയും ഭാഷയിൽ സംസാരിക്കാൻ കാണിക്കുന്ന ഈ അഹങ്കാരമാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയത്. പാർട്ടിക്കുള്ളിലെ സകല എതിർപ്പുകളും മറികടന്ന് സാക്ഷാൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ വരെ മത്സര രംഗത്തിറക്കിയിട്ട് ഇവർ പച്ച തൊടാതെ പുറത്തായതും എണ്ണൽ തുടങ്ങി 7 റൗണ്ടുകൾക്ക് ശേഷവും പുറകിലായി മുഖ്യമന്ത്രിയായിരുന്നയാൾ വെള്ളം കുടിച്ചതുമൊക്കെ ഇവിടുത്തെ അണികളും ജനങ്ങളും നേരിട്ട് കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ തണലിൽ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ചിലരെ കൊളസ്ട്രോളും മയക്കുമരുന്നും മൂത്ത് പാർട്ടിയെ നശിപ്പിക്കാൻ വിട്ടുകൊടുത്തതിന്റെ ദുരന്തമാണിത്. വോട്ടിംഗ് ശതമാനം ദിവസേന കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും താഴെത്തട്ടിൽ ഗ്രൂപ്പിസത്തിന്റെ മഴക്കാറുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നേതാക്കൾ ഇപ്പോഴും വേറെ ഏതോ ലോകത്താണ്. പ്രൊഫഷണലായ വലതുപക്ഷത്തിന്റെ മാറ്റങ്ങൾക്ക് മുന്നിലാണ് പഴഞ്ചൻ ഭീഷണികളുമായി രാഗേഷിനെ പോലെയുള്ളവർ വന്ന് വീരസ്യം പറയുന്നത്. അണികളുടെ പ്രത്യാക്രമണത്തെ തുടർന്ന് പാർട്ടിയാകെ പുകയുമ്പോൾ ഇതൊക്കെ എങ്ങനെ മറികടക്കുമെന്നോർത്ത് നടുങ്ങുകയാണ് സഖാക്കൾ. വിമർശിക്കുന്ന പൊതുജനങ്ങളെയും സ്വന്തം അണികളെയും വിഡ്ഢികളാക്കുക, ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ സൈബർ പടകളെ വിട്ട് വ്യാജ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക, ഒലിച്ചു പോകാതിരിക്കാൻ എങ്ങനെയെങ്കിലും വോട്ടിന്റെ പേര് പറഞ്ഞ് പിടിച്ചു നിർത്തുക. ഈ അറ്റകൈ പ്രയോഗങ്ങളാണ് ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഇത്തരം വിരട്ടലുകൾക്കും തള്ളലുകൾക്കും ഇവിടുത്തെ ബോധമുള്ള ജനങ്ങൾ വഴങ്ങില്ലെന്നും അഴിമതിക്കാർക്ക് ജനങ്ങൾ നൽകുന്ന സ്ഥാനം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ കനത്ത തോൽവി ഓർക്കുന്നത് നന്നായിരിക്കും.